ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഗായ്സ്, അപ്പം നമ്മളിന്ന് മൈൻക്രാഫ്റ്റിനകത്ത് നമ്മളിന്ന് ഹാർഡായിട്ട് നമ്മൾ ഹാർഡ് കോർ എന്ന് പറഞ്ഞ പോലെ ഹാർഡായിട്ട് നമ്മളിന്ന് കളിക്കാൻ പോവാണ്. സോ നല്ല പണിയായിരിക്കും കേട്ടോ. ഞാൻ ക്രിയേറ്റീവ് ഇട്ടുണ്ടായിരുന്നു. ഞാൻ ക്രിയേറ്റീവിലെ നമ്മളൊരു വില്ലേജ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഫാമൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. സോ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. സോ ഇതാണിപ്പോൾ എൻ്റെ വില്ലേജ്. സോ ഇവിടാണ് നമ്മളുടെ സാധനങ്ങളെല്ലാം ഇരിക്കുന്നത്. സോ ഇതാണ് നമ്മളുടെ കൗ ഫാം. സോ ഇതെന്തൂടെ ഇത് ഒന്നുമില്ല. ഓക്കെ. സോ ഗൈസ്, പിന്നെ ഇത് എൻ്റെ വില്ലേജർ ബ്രീഡിംഗ് ഫാം. സത്യം പറഞ്ഞത് വൻ തോൽവിയാണ് ഈ വില്ലേജർ ബ്രീഡിംഗ് ഫാം. സത്യം പറഞ്ഞാൽ ഞാൻ ചുമ്മാ എന്താണ്ടൊക്കെ പണിഞ്ഞു വെച്ചേക്കുവാണിത്. സത്യം പറയല്ലേ, ഞാൻ വിചാരിച്ചൊരു നല്ല സാധനമാണെന്ന് വെച്ചാൽ ഇത് വെറും ഫ്ലോപ്പ് ആയിപ്പോ. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് എല്ലാം ഞാൻ ഒരുമാതിരി ആക്കി കളഞ്ഞു. വെറും ഫ്ലോപ്പ് ആയിപ്പോയി സാധനം. അത് കുഴപ്പമില്ല. സോ ഗൈസ്, ഞാൻ നെക്സ്റ്റ് ലെവൽ ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചാണ്. കാരണം ചെയ്താലും കഴിച്ച് ഇത് അത്ര ശരിയാവില്ല. കാരണം റെയ്ഡ് നടക്കത്തില്ല ഇവിടെ. ബിക്കോസ് നിങ്ങളിപ്പം വില്ലേജർ ബ്രീഡിംഗ് ഫാം വെക്കുവാണെങ്കിൽ തന്നെ ഹാള് വെക്കണമെങ്കിൽ റെയ്ഡ് കിടക്കണം കേസ്. ആ റെയ്ഡ് നടക്കണമെങ്കിൽ തന്നെ നമ്മൾ മറ്റേ വെള്ളത്തിനടുത്തിരിക്കുന്ന കുറെ എണ്ണം ഉണ്ടല്ലോ, അവന്മാരെ വിളിക്കണം. സോ ഇവിടെ എന്ത് സംഭവിച്ച? സോ ഞാൻ ഇവിടെ ആയിരുന്നു സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതൊക്കെ ഞാൻ മൂടിക്കളഞ്ഞു കേസ്. ഒരു ഗുണമില്ലായിരുന്നു സാധനങ്ങളൊന്നും. സോ ഇത് പിന്നെ നമ്മളുടെ ഇപ്പൊ ഇതിനകത്ത് ഇത്ര പേരേ ഉള്ളൂ. അല്ലാതെ ഒത്തിരി പേരുണ്ട്. ഉണ്ടായിരുന്നു കേസ്, ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആരുമില്ല. സോ ഇവന്മാർക്ക് കുറച്ച് ബോൺ മീൽ ഉണ്ടാക്കിയിട്ട് ഇവിടെ സെറ്റ് ആക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇവന്മാര് ശരിയാവത്തില്ല കേട്ടോ. പിന്നെ ഹണി ഫാം ഒക്കെ ഉണ്ട്. മീൻസ് ഹണി ബീഡ്. ഇതാണല്ലേ പൊട്ടിയത്. ശരി ഗൈസ്, അതൊരു പണിയായിപ്പോ. അത് കുഴപ്പമില്ല, ഞാനൊന്ന് സെറ്റ് ചെയ്യട്ടതെല്ലാം. ഓക്കെ. ഇതിപ്പോ ഞാൻ ബ്ലോക്കൊക്കെ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇത് ഭയങ്കര പണിയായിപ്പോ കേട്ടോ. അതിന് ലാവൊക്കെ അവിടെ ക്രിയേറ്റ് അവിടെ ഇത്രയും പേര് ഗൈസ്, ഇത് സത്യം പറഞ്ഞ ഇതൊരു പണിയായിപ്പോയി. അതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാം. സോ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. സോ നമുക്ക് കൗവിനെ വിളിക്കാനാണെങ്കിൽ നമുക്ക് ഇതിന് കുറച്ച് ഓക്കെ, അവിടെ ഒരു ഇതുണ്ട്, കൂടുണ്ട്. സോ അതങ്ങ് പൊട്ടിക്കാം നമുക്ക്. അപ്പൊ അതെല്ലാം പൊട്ടിച്ച് സെറ്റാക്കാൻ പോവാണ്. സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ. സോ അതിനുശേഷം നമുക്ക് ഇവന്മാരെ വിളിച്ചിട്ട് വരാം. സോ ഓക്കെ എല്ലാണ്ണം വരുന്നുണ്ടെന്ന് തോന്നുന്നു. എല്ലാണ്ണം ഒന്നും വേണ്ട. സോ 2-3 എണ്ണം മതി. പിന്നെ അത് ബ്രീഡ് ആയിക്കോളൂ അവന്മാര്. സോ എന്റെ സ്ഥലം എന്തായിരുന്നു? ഞാൻ ഒരുത്തന്നെ ഇവിടെ കയറ്റിയിട്ടുണ്ട്. ഒരുത്ത കേറിയതാണോ അല്ല കയറിയതാണോ എനിക്കറിയത്തില്ല ഗൈസ്. ഓക്കെ, അപ്പം ഇവന്മാർ കേറ ഒരു മിനിറ്റ് ഗൈസ്. സോ ഇതെല്ലാം കയറ്റി ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഓക്കെ, അവര് പുറത്തിറങ്ങിയാൽ പിന്നെ സീനാവും ഗൈസ്. അപ്പം ഞാൻ ഒരുത്തന്നെ ഫീഡും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാം സെറ്റും. ഓക്കെ, നമുക്ക് ഹെൽത്ത് കുറവല്ല, ഹെൽത്ത് എല്ലാം കുറവ്. നമുക്ക് ഇതൊന്ന് വെട്ടി സെറ്റ് ആക്കണം. നമുക്ക് കുറച്ച് വെപ്പൺസ് ഉണ്ടാക്കണം ഇനി. സോ എൻ്റെ കയ്യിൽ ഇപ്പം വുഡിന്റെ കുറച്ച് സാധനങ്ങളെല്ലാം ഞാൻ പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇച്ചിരി ലോങ് ആയിപ്പോ ഇല്ലെങ്കിൽ വീഡിയോ ഇപ്പം തന്നെ ഏകദേശം നല്ല സമയം എടുക്കും ഗൈസ്. നമ്മൾ ഈ ഒരു 1-2 ദിവസം നമ്മൾ സർവൈവ് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ തന്നെ 100 days നമ്മൾ സർവൈവ് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടാർഗറ്റ് കേസ് നമുക്കൊരു 50 സർവൈവിങ് വെക്കാം കേസ്. അതിനുശേഷം നമുക്ക് ഇതാക്കാം. പിന്നെ കേസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്, എന്തായാലും നിങ്ങളും സബ് ചെയ്തേ കേസ്. കാരണം സബ്സ്ക്രൈബ് ചെയ്യാതെ ഒത്തിരി പേര് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരും ജസ്റ്റ് ഒന്ന് സബ് ചെയ്തേക്കുക. പിന്നെ ലൈക്ക് ചെയ്യാതൊരു ലൈക്കും കൂടി ചെയ്തേക്കുക കേസ്. സോ ഓക്കെ, നമ്മൾ ഇത്രയും ദിവസം സർവൈവ് ചെയ്യുന്നില്ലേ കേസ്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് നിങ്ങൾ സബും കൂടി ചെയ്ത് വെച്ചേക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കിട്ടുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പം നമ്മൾ എണ്ണീറ്റിട്ടുണ്ട്. സോ പിന്നെ നമ്മളെ പണിക്ക് ഇറങ്ങുവാണ്. നമുക്ക് മൈനിങ് എടുക്കണം. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പണിയാണത് മൈനിങ്. കാരണം പുതിയ ഒത്തിരി സാധനങ്ങൾ കിട്ടും. പക്ഷെ നമ്മൾ ഹാർഡ് കോറിലാണ് കളിക്കുന്നത്. ആലോചിച്ച് വേണം നമ്മൾ എപ്പോഴും കളിക്കാൻ ഗൈസ്. അതൊരു ഇതാണ് ഗൈസ്. അപ്പം നമുക്കേ ഇതിൽ ഗൈസ്, ആ ചെറിയ സ്ഥലത്തിന് വേണപ്പോൾ തന്നെ ഇതാണ് എൻ്റെ ഹണി ഫാം. സോറി, അത് ഞാൻ പറയാൻ മറന്നുപോയി. സോ അത് നമുക്ക് ഒരു വീഡിയോ ചെയ്യാം ഗൈസ് അതിനെ കുറിച്ചുള്ള. സോ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഒരു റെഡ് ഫ്ലവർ ഉണ്ട്, പോപ്പി എന്നുള്ളതിന്റെ ഫ്ലവർ ഉണ്ട്. സോ അതെടുത്തുകൊണ്ട് അതെടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എല്ലാം കിട്ടുന്നതായിരിക്കും. സോ എനിക്ക് ഫുഡ് വേണം കേട്ടോ. സോ അവനെ നമുക്ക് നമുക്ക് ഫുഡ് ഇട്ടിട്ടുണ്ട്. സോ ഇവനെ അങ്ങ് തീർക്കണം. സോ ഒരു കൊച്ചിറങ്ങനാണ്, അവനെ അവിടെ ഇട്ടേക്കാം. നമുക്ക് ഇവനെ അങ്ങ് തീർക്കാം. സോ നമുക്ക് അങ്ങനെ നമ്മളെ ഫാം വെച്ച് സത്യം പറഞ്ഞുണ്ടല്ലോ നമുക്ക് മീറ്റ് കിട്ടാനാണ്. സോ മീറ്റ് നമുക്ക് കിട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആവുന്ന സമയത്തേ നമുക്കൊരു 2-3 പേരെ കൊന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു 6 എണ്ണം വെച്ച് കിട്ടും. മീൻസ് ഒരെണ്ണത്തിന് 2 എണ്ണം വെച്ച് നമുക്ക് 6 എണ്ണം കിട്ടും. ഫുഡെല്ലാം തീർന്ന്. സോ നമുക്ക് ഒന്നും കൂടി അവന്മാരെ തീർക്കണം. സോ
കുറച്ച് നേരം കൊണ്ട് തീർത്തിട്ടേ. സോ ഗൈസ് അപ്പം നിങ്ങൾ സബ് ചെയ്യാത്തിട്ട് സബ് ചെയ്തേക്കുക. എടാ ചാവ് 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 എടാ ചെറക്ക. സോ ഗൈസ് ഹാർഡ് കോർ ആയതുകൊണ്ട് തന്നെ നമ്മൾ മൈൻഡ് ചെയ്യുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും. കാരണം ഇപ്പം നമ്മൾ തറയെ വ്യൂ ആണെങ്കിൽ അപ്പം നമ്മളുടെ വെടി തീരും കേട്ടോ. ഒരു പശു കുട്ടി നിൽപ്പുണ്ട് അവിടെ, ഒരു ആട് നിൽപ്പുണ്ട്, അതൊക്കെ നമുക്ക് സെറ്റാക്കാം. സോ നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് മിക്കവാറും ഹണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് സാർ. കാരണം നമ്മൾ ഒത്തിരി നേരം ഇതിനകത്ത് ഇപ്പം തന്നെ ഏകദേശം നല്ല സമയം നിന്നിട്ടുണ്ട്. ഇപ്പം തന്നെ ഏകദേശം 10-15 മിനിറ്റ് നിന്നിട്ടുണ്ട്. സോ ഇപ്പം തന്നെ മിക്കവാറും ഹണി ഏകദേശം എല്ലാം സെറ്റ് ആവുന്നതാണ്. സോ അത് ഫുള്ള് നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും ഗൈസ് ഹണി. സോ നമുക്ക് ഇവിടുന്ന് മൈൻഡ് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് മൈൻഡ് ചെയ്ത് സെറ്റാക്കാം. സോ കോബിൾ സ്റ്റോൺ നമുക്ക് അത്യാവശ്യമാണ്. കാരണം കോബിൾ സ്റ്റോൺ വെച്ച് നമുക്ക് സ്റ്റോൺ ലൈഫ് പോകുന്നല്ലോ. ഓക്കെ ഗൈസ് അത് ഞാൻ കുറച്ച് സോംബി ആയിരുന്നു അതിൻ്റെ സെറ്റാക്കിയിട്ട് നമുക്ക് പിക്കാക്സ് കിട്ടി. സോ നമുക്കിനി നേരെ ഉണ്ട് ഇവിടെ സോംബി കൊന്നേ. സോ നമുക്ക് കോള് ഞാൻ എവിടെ കണ്ടായിരുന്നു ഗൈസ്, കോള് കണ്ടായിരുന്നു. പിന്നെ എൻ്റെ എലൈട്ര കിട്ടിയെന്ന് തോന്നുന്നു ഗൈസ്. കാരണം ഞാൻ കണ്ടെടുത്തതിൻ്റെ എലൈട്ര ഉണ്ടായിരുന്നു. എടാ സോംബി ചത്ത്. എടാ കുഴപ്പമില്ല ഗൈസ്, അത് സീനില്ല. സോ അതെന്ത് വില്ലേജർ സോംബിയാടാ. നമുക്ക് ഡോഗ് ഉണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ നമുക്ക് ടൈം ചെയ്യാം. ഇതെന്ത് ഈ എല്ലൊരു മാതിരി ആയി കേട്ടോ. കുഴപ്പമില്ല. നമുക്ക് അടുത്തവൻ എന്തുവാടാ? ഇവന്റെ ഇത് പട്ടി തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഡൗട്ട്. ഇവന്റെ ഒരു എലൈറ്ററുണ്ട്, ഇവന്റെ എലൈറ്റർ ആയിട്ട് തന്നെ കൊള്ളായിരുന്നു. ഓക്കെ അടി ചാവ് എലൈറ്റർ കിട്ടി. എലൈറ്ററുടെ ഉപയോഗം നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് തോന്നുന്നു. പറക്കാൻ പറ്റും, പക്ഷെ ഇതിനകത്ത് പറക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, നോക്കാം. സോ നമ്മളുടെ പിക്കാക്സ് കൈ വരട്ടെ. നമ്മളുടെ ബോ ഞാൻ ഉണ്ടാക്കിയായിരുന്നു. സോ നമ്മൾ ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇതൊന്നും ഗൈസ് ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് ഹാർട്ട് ഗൈസ് ഞാൻ മേളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. മേളിൽ സോ ഇവിടെ നമ്മൾ ചാടി നോക്കുന്നു. ഒന്നും നടന്നില്ല ഗൈസ്. ഗൈസ് നിങ്ങൾക്ക് എങ്ങനെ ഇത് പറക്കണ്ടെന്ന് അറിയാമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക എങ്ങനെയാ പറക്കുന്നതെന്ന്. പറഞ്ഞെന്ന് തോന്നുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്, എങ്ങനെയാ പറക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരാളെ കമൻറ്റ് ചെയ്യും. സോ അപ്പം നമുക്കറിയാൻ പറ്റും. സോ ഗൈസ് അപ്പം രാത്രി ആവാറുണ്ട്. നമ്മളുടെ സെക്കൻഡ് ഡേ ആണിത്. നമ്മൾ ഒരു പ്രാവശ്യം ചത്തെങ്കിലും നമ്മുടെ സെക്കൻഡ് ഡേ ആണിത് ഗൈസ്. സ്ലീപ്പ് അറ്റ് നൈറ്റ് അത് രാത്രിയല്ലേ ഗൈസ്. നിങ്ങൾ സൺസെറ്റ് വേണമെങ്കിൽ ഇപ്പം കണ്ടോട്ടോ. മോനെ സൺസെറ്റ് ഗൈസ്. നമുക്ക് അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോൾ നമ്മളെ എല്ലാ ബ്ലോക്കും കൂടി ഒരുമിച്ച് അവിടെ വെച്ചിട്ട് നമ്മളൊരു റെയിൻബോ പോലെ ഉണ്ടാക്കും ഗൈസ്. ഓക്കെ ഇത് ഗൈസ് നമ്മുടെ സെക്കൻഡ് ഡേ ആയിട്ടുണ്ട്. ഇത് ഇപ്പം നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. സോ ഒരു ഡേ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നിർത്തിയാലോ ഗൈസ്. ഓക്കെ അപ്പം ഞാൻ കോളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ ബിൽഡ് ചെയ്ത് ഏകദേശം ഒരു 40 ബ്ലോക്കോളം ഞാൻ മുകളിലാണ്. ഇവിടുന്ന് ഞാൻ ചാടി കഴിഞ്ഞാൽ അപ്പം ചാവുമെന്നറിയാം. നമുക്ക് എലൈറ്റർ ഉണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് കോൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ ഇതെല്ലാം അവിടെ തന്നെ വീഴുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. താഴെ പോയി കഴിഞ്ഞാൽ എല്ലാം തീർന്നതാണ്. സോ താഴെ പോയി കഴിഞ്ഞാൽ നമ്മൾ അപ്പം ചാവും ഗൈസ്. ഒരു ഇതുമില്ല, നമ്മൾ അപ്പം ചാവും. സോ കോള് നമുക്ക് കോൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ഏകദേശം 10-15 കോള് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. സോ ഗൈസ് നമ്മളുടെ നമുക്ക് അയൺ കണ്ടുപിടിച്ചിട്ട് നമുക്ക് വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് വാട്ടറും കൊണ്ട് പോവുകയാണെങ്കിൽ താഴെ സഡൻ ആയിട്ട് താഴോട്ട് വീണാലും നമുക്ക് വലിയ സീനില്ല. ഒരു വെള്ളം എടുത്തങ്ങ് ഒഴിച്ചാൽ മതി. സോ അങ്ങനെ ഒരു പണി ചെയ്യാൻ പറ്റും. അത് കാരണം നമ്മൾ ഹാർഡ് കോർ നിൽക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഇതൊക്കെ. സോ നമുക്ക് എലൈറ്റർ ഉണ്ടല്ലോ ഗൈസ് നമ്മളുടെ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് താഴോട്ടിറങ്ങി നോക്കിയാലോ ഗൈസ്. റിസ്ക് ആണ്, പക്ഷെ ഞാൻ റിസ്ക് എടുക്കുവാണ്. കാരണം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ് ഗൈസ്. ചത്ത് ഞാൻ ഓടിപ്പോയെടുക്കട്ടെ. കാരണം അവിടെങ്കിലും സോംബി ഉണ്ടെങ്കിൽ അപ്പം ചാവും ഞാൻ. അല്ല മീൻസ് അത് എടുത്തോണ്ട് പോവും. സോ നമ്മളെ ഈ സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. സോ ഗൈസ് നമുക്ക് ചെസ്റ്റും പിന്നെ ഫർണസ് ഉണ്ടാക്കാൻ ഒറ്റ ഒരു ഇതും കൂടി വേണം. സോ അത് നമുക്ക് സെറ്റാക്കാം. സോ നമുക്ക് ഇനി ടോർച്ച് ഉണ്ടാക്കണം. ടോർച്ച് ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ച് സ്ഥലത്ത് വെക്കാനൊക്കെ ഉണ്ട്. സോ അടുത്ത എപ്പിസോഡ് ഇപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ബോട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. പിന്നെ ഒരു മാപ്പ് ഉണ്ടാക്കണം. മാപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. സോ ഗൈസ് നമുക്കിനി എനിക്കൊന്ന് ബോട്ടൊക്കെ ഉണ്ടാക്കണം ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോസിൽ അതൊക്കെ ചെയ്യാം. പിന്നെ ഇപ്പം ഞാൻ അയൺ ഗോളത്തിൻ്റെ ഒരു സംഭവം നോക്കിക്കൊണ്ടിരുന്നായിരുന്നു നേരത്തെ. സോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് മൈൻ കാർട്ടാണ്. മൈൻ കാർട്ട് വെച്ച് നമുക്ക് ഇല്ല കേട്ടോ. മൈൻ കാർട്ട് വെച്ച് ചെസ്റ്റ് ഉണ്ട്. സോ മൈൻ കാർട്ട് എങ്ങനെ എടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല.
അത് കുഴപ്പമില്ല ഗൈസ്, നമുക്ക് എടുക്കാം. ദെൻ ഗൈസ് നമുക്ക് അടുത്ത എപ്പിസോഡ് ബാക്കിയുള്ളതെല്ലാം ചെയ്യാം. സോ ഇപ്പം തന്നെ ഏകദേശം നല്ല സമയം എടുത്തു ഗൈസ്, ഞാൻ നല്ല സമയം എടുത്തു. ഏകദേശം ഇത് തന്നെ ഒരു 10-15 മിനിറ്റോളം കാണും. സോ പിന്നെ നമ്മൾ 2 ദിവസം ഇന്ന് സർവേ ചെയ്തിട്ടുള്ളൂ തോന്നുന്നു. 2 ദിവസമല്ലേ, 2 ദിവസം സർവേ ചെയ്തിട്ടുള്ളൂ. സോ നമുക്കിത് ഫർണസ് കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഫർണസിൽ കുക്ക് ചെയ്യാൻ വെക്കാൻ പറ്റും. അല്ല ഗൈസ്, നമുക്ക് ടോർച്ചും കൂടി ഒന്ന് പണിയാനുണ്ട്. സോ ടോർച്ച് പണിയാൻ നമുക്ക് ഏകദേശം രാത്രി ആവാറായിട്ടുണ്ട് കേട്ടോ. സോ അപ്പം നമുക്ക് ടോർച്ച് പണിയാം ഗൈസ്. ടോർച്ച് പണിയിട്ട് നമുക്ക് കിടന്നുറങ്ങിയിട്ട് നമുക്ക് ടോർച്ച് പണിയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ പണിയൊന്നുമില്ല, നമുക്ക് പിന്നെ വൈൻഡപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ 3rd ഡേ ആയില്ലേ, 4th ഡേ തൊട്ട് നമ്മൾ തുടങ്ങാൻ പോവാണ്. അടുത്ത എപ്പിസോഡ് നമ്മൾ 4th ഡേ ഇടുന്നതായിരിക്കും. ഇത് നമ്മളുടെ 3rd ഡേ ആണ്. അടുത്ത 4th ഡേ നമ്മൾ അടുത്ത പ്രാവശ്യം ഇടുന്നതായിരിക്കും ഗൈസ്. നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കുക. അടുത്ത വീഡിയോ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്.